വേര് മാന്തി എടുക്കാനാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവരിൽ ചാർത്തിരിക്കുന്നത് ഭാരതീയ നിയമസംഹിത പ്രകാരം മറ്റേ വ്യഭിചാരം നടത്തിപ്പും വ്യഭിചാരത്തിലേക്ക് നയിപ്പിക്കലും. അതായത് വ്യഭിചാരം നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു പെണ്ണ്, നിങ്ങൾ പലരും പല കേസുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വ്യഭിചാരം നടത്തിപ്പിക്കൽ എന്ന് പറയുന്ന സാധനം നിയമപരമായിട്ട് കുഴപ്പമില്ലെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല. ഇങ്ങനെ ഇവരെ പോലെ കന്യാസ്ത്രീകളെ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരെ പ്രേരിപ്പിച്ച് അത്തരം പ്രവൃത്തിയിലോട്ട് എത്തിക്കുന്നത് വളരെ വലിയ നിയമപരമായിട്ട് വലിയ തെറ്റ് തന്നെയാണ്. ആ ഒരു വകുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. അത്തരം വകുപ്പുകൾ വരെ മറച്ചു വെച്ചിട്ടാണ് ഇവിടുന്ന് കുറെ പൊട്ടന്മാരും പൊഴന്മാരും അവിടെ പോയി സപ്പോർട്ടിന് നിൽക്കുന്നത്. ഒരു സ്ത്രീ അവരുടെ നിവൃത്തികേട് കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അവരിൽ കുറ്റമില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ആരെങ്കിലും അത്തരം ഒരു വ്യഭിചാരശാലയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേന്ദ്രമോ നടത്തി അതിലേക്ക് പിന്നെ നയിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എങ്ങനെയാണ്, നിങ്ങൾ ഈ ഒരു തൊഴിലിലോട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നന്നാവും, നിങ്ങൾ അത് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ ആരെങ്കിലും അങ്ങനത്തെ ഇതിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വലിയ ക്രിമിനൽ ഒഫൻസ് ആണ്. ആ നടത്തിപ്പുകാർക്കാണ്. നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കാണുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളൊക്കെ മൂടിയിട്ടിട്ടൊക്കെ പോകും. സത്യം പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്കെതിരെ അവർ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവർക്കെതിരെ സത്യത്തിൽ നിയമപരമായിട്ട് അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നടത്തിക്കുന്നവരുണ്ടല്ലോ, അവർക്കെതിരെ നിയമപരമായിട്ട് കുറ്റം നിലനിൽക്കും. അത് അതീവ ഗൗരവതരമായ കുറ്റമാണ്. അപ്പൊ ആ 3 വകുപ്പുകളാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനവും വ്യഭിചാര നടത്തിപ്പും വ്യഭിചാരത്തിലേക്ക് നയിക്കലും എന്ന വകുപ്പുകളാണ് ഈ സിസ്റ്റർമാർക്കെതിരെ ചാർത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് അറിയണമല്ലോ.